സന്ദീപല്ലേ? ഞാൻ പ്രിയ. ഞാൻ പ്രദീപ. ഏത് നിമിഷവും തന്റെ വിളി പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. എങ്ങനെയുണ്ട് മാൻഡ്രേക്കിന്റെ ലീലാവിലാസങ്ങളൊക്കെ? അപ്പോ എല്ലാം അറിഞ്ഞോണ്ടായിരുന്നു അല്ലേ? സംശയം എന്താ? നിന്റെ തന്ത അലിയാസ് പാരപ്പിള്ള എന്ന എന്റെ ഭാവി അമ്മായിയപ്പൻ മൂക്കുകൊണ്ട് ഇക്ഷ ഇന്ത ഇന്ന ഇറ എന്ന് വരച്ച് ഒരു ദരിദ്രവാസിയായി മാറണം. എന്നാലേ അങ്ങനെ ശരിയാവും. അതിനുവേണ്ടിയാണ് എന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പരീക്ഷണം ഞങ്ങൾ നടത്തിയത്. എന്നാലും ഇത്രയും വേണ്ടിയിരുന്നില്ല. ഒന്നുമില്ലെങ്കിലും അച്ഛനൊരു പാവം കോൺട്രാക്ടർ അല്ലേ? അങ്ങനെ സർക്കാരിനെ പറ്റിച്ചുണ്ടാക്കിയ മുതലല്ലേ? കുറച്ചൊക്കെ ഇങ്ങനെ പോട്ടെ. നിനക്ക് മാന്യമായി ജീവിക്കാനുള്ളത് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അമ്മയ്ക്ക് എന്തോ സംശയം ഉണ്ടെന്നാ തോന്നണേ. നമുക്കിട്ട് പാര വെക്കുമെന്ന എന്റെ പേടി. അതൊന്നും പേടിക്കണ്ട, ആ കാര്യം ഞാൻ ഏറ്റു. പ്രിയേ, ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ആ റിസീവർ ഒന്ന് മാറ്റിപ്പിടിക്കാമോ? മാനം മര്യാദയായിട്ട് ആണുങ്ങളെ പ്രേമിക്കാൻ സമ്മതിക്കില്ലേ? ഫോൺ താഴെ വയ്ക്കട കഴിവറി. അത് ചേട്ടാ, ഒരു പ്രാക്ടീസിന് വേണ്ടി ഞാനെല്ലാം കേട്ട് പഠിക്കായിരുന്നു. ഞാൻ ഫോൺ വെക്കാണേ. എന്നെ കൊണ്ടൊന്ന് നീ അച്ഛാ, ദേ ഫോൺ. ഹലോ ഹലോ ഹലോ, സന്ദീപ് പോയോ? പോയല്ലോ. എനിക്കിപ്പോ കാണുമെന്ന് ഭയങ്കര മോഹമുണ്ട്. എന്നെയോ? എന്തിനാ കുട്ട ശബ്ദം മാറ്റി എന്നെ പറ്റിക്കണേ? 2 ചിറകുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പറന്നു വന്നേനെ. എന്നിട്ട് ആരാച്ച? അതെ, എന്റെ ഒരു ഫ്രണ്ട്. എന്താ? ഞാൻ ഭാഗത്ത് ഇത് വെള്ളം എടുക്കാൻ ചെന്നപ്പോ ആ പൊട്ടത്തിലയിൽ പ്രേതേനെ കൊല്ലാൻ വന്നു. വെള്ളം കൊണ്ടിട്ട് ജഗ്ഗാണല്ലോ. പല സ്വപ്നം കൊണ്ട് മനുഷ്യ തലയിൽ വെള്ളം കോരി ഒഴിച്ച് അവിടെ കിടക്കണം. ഉടുക്കത്തൊരു മുട്ട തലേ. നീയായിരുന്നോ? രാവിലെ തന്നെ എന്താ ഒരു ആലോചന? ഞാൻ ആ പിള്ളേച്ചനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. എന്താണാവോ? നമ്മൾ ചെയ്തത് കുറച്ച് കടുങ്കയായി പോയില്ലേ? ഓഹോ, അതാണോ? അത്രയ്ക്ക് വിഷമാണെങ്കിലേ ഞാൻ പോയി തിരികെ വാങ്ങിക്കൊണ്ടുവരാം. അയ്യോ, നിനക്കെന്റെ കട്ടപ്പോ കണ്ടാലേ തൃപ്തി ആത്തോളല്ലേ? ആ തിരുമുഖം മനസ്സിലേക്ക് വരുമ്പോ മനസ്സിനകത്ത് പമ്പമേളവാ. ഭഗവാനെ ഭക്തവത്സല, ആ സുന്ദര രൂപം തിരിച്ചു വരല്ലേ? പാവം പിള്ള.